ഹലോ, ഇത് വീണ്ടും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൊതുവെ കമൻസ് നോക്കാത്ത ഒരാളാണ്. കാരണം നമുക്ക് മീഡിയ മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അവരാണ് കമൻസ് നോക്കുന്നതും ഒക്കെ. ടു യുവർ കൈൻഡ് ഇൻഫർമേഷൻസ്, ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് നോർമലി നമുക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് എന്നുള്ള ആക്ട്രസസിനും ഒക്കെ അവരുടെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും ഇതെല്ലാം നോക്കുന്നതും ഇടപെടുന്നതും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നമ്മൾ കാണാറില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് കയറി നോക്കത്തില്ല എന്നല്ല, നമ്മുടെ കയ്യിലും ഉണ്ടാവും അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കയറി നമ്മൾ എന്തെങ്കിലും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എല്ലാത്തിലും കയറി നോക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോ ഇന്നലത്തെ വീഡിയോ ഞാൻ അതിന്റെ ഒരു ടേക്ക് എന്താണ് അല്ലെങ്കിൽ അതിന്റെ മോറൽ ഇൻഫർമേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നോക്കിയത്. ഞാൻ അതിന്റെ കാര്യം പറയാനല്ല കേട്ടോ വന്നത്, പക്ഷെ ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യാണ്. അതിനകത്ത് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒരു ആൺസുഹൃത്തിന് ഈ പറയുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്നവരുടെ ഇതിൽ പോയി നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ലൈക്ക് വരും അല്ലേ? അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എതിരെ ഒരു ട്രോള് വരുവാണെങ്കിലോ നമുക്കൊരു നെഗറ്റീവ് വരികയാണെങ്കിലോ നമുക്ക് ഭയങ്കര ലൈക്ക് കൂടുതലായിരിക്കും. കാരണം ആൾക്കാർക്ക് എപ്പോഴും ഒരാളുടെ കുറ്റം പറയുന്നത് കേൾക്കാനാണല്ലോ ഇഷ്ടം. അപ്പൊ അത് കാരണം അങ്ങനെയാണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നും ഇല്ലെങ്കിലും പോയി നെഗറ്റീവ് കമന്റ് ഇടുമായിരുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലത്തെ എന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. വെരി ഹാപ്പി. കാരണം ഒരാൾക്കെങ്കിലും മനസ്സിലായത് നല്ലതാണ്. കാരണം നാളെ നിങ്ങളുടെ മക്കൾ ഉറപ്പായിട്ടും ഇത് ഫേസ് ചെയ്യേണ്ടി വരും. 110% ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ വല്ല ഹട്ടൊക്കെ എടുത്ത് വല്ല കാട്ടിൻ്റെ അകത്തും പോയി ജീവിക്കേണ്ടി വരും. ഇതൊന്നും ഇല്ലാതെ ജീവിക്കേണ്ടി വരും. അതിനകത്ത് വേറെ ആരൊക്കെയോ ഇപ്പൊ ഇതിനകത്തെന്നല്ല, ഞാൻ അല്ലാതെ ഇപ്പം നിറയെ ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊരു ഇറലവന്റ് ആയിട്ട് പോകുന്ന ടോപ്പിക് ആണെന്നാണ് ഞാൻ കരുതിയത്. കാരണം ഞാൻ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് കയറി ന്യൂസ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ന്യൂസിലും ഇത് ഞാൻ കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞ പോലെ മൊത്തം ബിഗ് ബോസ് തരംഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇന്നലെ നൈറ്റ് തൊട്ട് ന്യൂസുകളും ഒക്കെ, നൈറ്റ് അല്ല, ആ ഒരു ഞാൻ ഇടുന്നതിന് ഒരു 1 hour മുമ്പേ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ തിരക്കിലായിരുന്നു, എനിക്ക് പോകാനും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ന്യൂസുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതിനകത്ത് പലരുടെയും ഞാൻ ഈവൻ റിപ്പോർട്ടർ ചാനലിലെ 24 ന്യൂസിൽ ഇതിലൊക്കെ ന്യൂസ് കാണുമ്പം നമുക്ക് ഈ പറയുന്ന പോലെ കമന്റ്സ് കാണാമല്ലോ. അതിനകത്ത് ഒട്ടുമിക്കവരും ഈ പറയുന്നത് പോലെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൂടെയും പിന്നെ മനസ്സിലാക്കിയതുപോലെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ കൂടെയും പലരുടെയും നന്നായി അങ്ങനെ തന്നെ വേണം, ഇതിനിപ്പോ എന്താ, ഇതൊക്കെ ഒരു ന്യൂസ് ആണോ? ഡ്യൂഡ്, നിങ്ങളുടെ വീട്ടിൽ വരുമ്പം ഇതൊരു ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെ ഇതൊരു പ്രശ്നമായിരിക്കും. നമുക്ക് എപ്പോഴും നമുക്ക് കൊള്ളുമ്പോഴേ പൊള്ളുള്ളൂ, അല്ലാതെ വേറൊരുത്തന് കൊള്ളുമ്പോൾ പൊള്ളൂല. അത് മനസ്സിലാക്കൂ. അപ്പൊ ഞാൻ അതൊന്നും പറയാനല്ല വന്നത്. ആസ് തംബ്നെയിൽ കണ്ടതുപോലെ ഞാനത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാരെയും നന്നാക്കാൻ പറ്റില്ല, അവരൊട്ട് നന്നാവാനും പോകുന്നില്ല. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞോ, ഇത് കേട്ടു ഇനി നന്നായേക്കാം എന്നുള്ളത് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവര് ഇതിന്റെ താഴെ ഒന്ന് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്തു, എന്നെ ബാധിക്കുന്ന കേസേ അല്ല. കാരണം ഞാൻ ഒരുപാട് നെഗറ്റീവ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ബോഡി ഷെയ്മിങ്, ഇൻ ദ സെൻസ് ഓഫ് ബോഡി ഷെയ്മിങ്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത്രയും വന്നിട്ടും എന്നെ അത് അഫക്റ്റ് ചെയ്യാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒരു കുന്തവും ഇല്ല. നിങ്ങൾ കിടന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ നട്ടലുള്ളവരാണ് നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി എനിക്ക് പറയാനും അറിയാം. അപ്പം അവിടെ ഇരുന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു ഒന്നും വരാനില്ല. പക്ഷെ നല്ല രീതിയിൽ പറഞ്ഞവരും ഉണ്ട്. എനിക്ക് ഈ പറയുന്നത് പോലെ വണ്ണം വെക്കാനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് കേസ്, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കോൺവെർസേഷൻ നിന്നവരുണ്ട്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് കൺസേൺ. മറ്റേത് ഈ പറയുന്നത് പോലെ ലൈക്കിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, എന്നിട്ട് കുറെ പേര് പറഞ്ഞു റീച്ചിന് വേണ്ടിയിട്ടാണെന്നൊക്കെ. ഇപ്പൊ ആണെന്ന് തന്നെ കൂട്ടിക്കോ, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഞാൻ എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നല്ലേ ഞാൻ പറയണേ, അപ്പൊ പിന്നെ മാറി. അപ്പോ ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നവരോടാണ്.
അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പം നെഗറ്റീവ് ഇല്ലാത്ത ഇത്രയും പോസിറ്റീവിൻ്റെ നിറകുടമായിട്ട് നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കുറച്ച് നേരം മാറിയിരിക്കാം. ഞാൻ പറയുന്ന സാധാരണക്കാരനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചാനലിൽ പൊക്കിക്കൊണ്ട് വന്നവരും, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ കിട്ടുന്ന അച്ചീവ്മെന്റ് ചെയ്തപ്പോൾ, സോറി ഞാൻ ഭയങ്കര ടയർഡാണ്, ഞാൻ രാവിലെ തൊട്ട് ഓടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്കാണിത്. അപ്പം അവരുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി അങ്ങനെ ഒരു പൊസിഷനിൽ വന്നിട്ട് ഈ പറയുന്നത് പോലെയൊക്കെ കേൾക്കേണ്ടി വരുന്നവരോടുമാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഹൗ ടു ഫേസ് നെഗറ്റീവ് കമൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, കമൻറ്റ്സ് വായിക്കാതിരിക്കുക. നമുക്ക് അത്രയും നമ്മളെ അറിയാവുന്ന ക്ലോസ് ആയിട്ടുള്ളവരും, അല്ലെങ്കിൽ നമ്മളോട് ഒരു ഇഷ്ടം തോന്നുന്നവരും ഉണ്ടാവും. അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. മറ്റവരുടെ കമൻസിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അവർക്കൊരു അറ്റൻഷൻ കിട്ടി എന്നുള്ള രീതിയിൽ കടന്ന് തുള്ളാൻ നിൽക്കുന്നത്. അതിന് നമ്മളിപ്പോൾ ഒരു 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം വരുള്ളൂ എന്ന് പറയുന്നത് വളരെ ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിത് അങ്ങോട്ടേക്ക് പറയുമ്പം നമ്മൾ തിരുത്തിയിട്ട് ഒന്നും ആവാൻ പോണില്ല. നമ്മളിപ്പോൾ അവരെ പറഞ്ഞ് തിരുത്തി എന്ന് പറഞ്ഞ് അവര് ചിലപ്പം അവരുടെ മോൾക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു കമന്റ് ഇടില്ല. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ലൈക്ക് ആ കമന്റിന് കിട്ടണം, അതിലൂടെ അവരുടെ ചാനലിലേക്ക് ട്രാഫിക് വരണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നെഗറ്റീവ് അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഈ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ തിരിച്ച് അതിന് നിനക്ക് എന്താടാ എന്ന് ചോദിച്ചാലും മതി. അത് പിന്നെ അങ്ങോട്ട് കയറി അത് വേറെ രീതിക്കാവും. അപ്പൊ അത് ചെയ്യാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ബോൾഡായിട്ട് അതിനെ നേരിടുക. ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു 10 തിരിച്ചും പറഞ്ഞാൽ നമുക്ക് എന്ത് പുല്ല് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ചാനലിൽ റീച്ച് തന്നെ കയറും. കാരണം അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വീഡിയോ കുറച്ചും കൂടെ വൈറലാകുകയും കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഇത് കേൾക്കാനുള്ള മനക്കെട്ടി ഉണ്ടെങ്കിൽ യു ആർ ഓപ്പൺ ടു ഡു ദാറ്റ്. അവരെ വിട്ടിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാം. ഓപ്പൺ ടു ഡു ദാറ്റ്. അത് ചെയ്യുക. കേൾക്കാനുള്ള മനക്കെട്ടില്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷേ എനിക്കറിയാം, ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് അപ്രിസിയേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതോ നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചതോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നു. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കാണിക്കണ ഇപ്പം ഒരു വ്ളോഗ് ആണെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ 1 മണിക്കൂർ നിങ്ങളുടെ 24 മണിക്കൂറുള്ള ഒരു ഡേയിൽ നിന്ന് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു റീലാണെങ്കിൽ നിങ്ങളുടെ ഒരു 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് ഇവർ കാണുന്നുള്ളൂ. ഇത് വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ അവർ ആരുമല്ല. നിങ്ങളെ പേഴ്സണലി അറിഞ്ഞോ അല്ലെ നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാ, യു ആർ ഡിസേർവിങ് ടു ഹിയർ ദാറ്റ്. നിങ്ങൾ ആ ഒരു വ്യക്തിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഹാം വരുത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാം. അത് പല രീതിയിൽ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ അല്ലാതെ നമ്മളൊരു ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഒരു റീല് ഡാൻസ് കളിച്ചിട്ടതോ അതിൽ മോശമായിട്ട് എന്തെങ്കിലും കമന്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിന് നെഗറ്റീവ് വരുമ്പോഴോ, ലുക്ക്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പം എനിക്ക് ഇഷ്ടം പെടുന്നത് പോലെ വേറൊരാൾക്ക് ആ ഒരു കാര്യം ഇഷ്ടമാകണമെന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പം ഞാൻ ചിലപ്പം ഈ പറയുന്നത് പോലെ ഭയങ്കര പുരോഗമന ചിന്താഗതിയൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര പുരോഗമന ചിന്താഗതി ഉള്ളതായിരിക്കാം. ഇതിപ്പം എന്നോട് പറയുന്നത് എൻ്റെ കസിൻസോ അല്ലെങ്കിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ ഞാൻ അവരെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കും. വാട്ട് ഈസ് മൈ പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ടേക്ക് അതിൽ എന്തിലാണെന്ന് ഉള്ളത് ഞാൻ പറയാൻ ശ്രമിക്കും. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ അവിടെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ ആരുടെയും കുഞ്ഞമ്മയുടെ മക്കളല്ല ഇവിടെ വന്നിരുന്ന് കമന്റ് ഇടുന്നത്. അവരിതിട്ടു, അടുത്ത റീല് കാണുമ്പോൾ അടുത്തതിട്ടു, അടുത്ത റീല് കാണുമ്പോൾ അടുത്തതിട്ടു, അവര് പോയി. അവർക്ക് നമ്മളെ നന്നാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ 10 പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് നല്ലതുണ്ടാക്കി എന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നും അല്ല അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്.
എനിക്കറിയാം ഓൾമോസ്റ്റ് മിക്കവരും നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നമ്മളൊന്നിനും വേർത്തിട്ടല്ല, നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ ചെയ്ത എഫേർട്ടിന് യാതൊരുവിധ ഒരു അപ്രിസിയേഷനും കിട്ടുന്നില്ല, നമ്മൾ ഫുള്ള് ലൈഫിൽ ഒറ്റപ്പെട്ടാണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഒരു കാര്യത്തിന് അപ്രിഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ്. ഡോണ്ട്. ഇഫ് യു ആർ ഗെറ്റിംഗ് ഒരു 1000 വ്യൂ എങ്കിൽ 1000 വ്യൂ നിങ്ങൾ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഐ ആം പ്രൗഡ് ഓഫ് യു. കാരണം നിങ്ങളത് വർക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ അതിനൊരു എഫേർട്ട് ഇട്ടിട്ടാണ് കിട്ടുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിലും ഐ എം ലൈക്ക് അതിന് നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു കുട്ടിയാണ് അമല ഷാജി എന്ന് പറയുന്നത്. എത്ര പേർക്കെന്നല്ല, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതിൻ്റെ അകത്ത് നിന്ന് കളിക്കണ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹെർ. കാരണം എന്തോരം നെഗറ്റീവ് വന്നിട്ടും ഷീ മെയ്ഡ് ഇറ്റ്. നിങ്ങൾ എവിടെ കിടന്ന് പറയുന്നവർ പറയുന്നേ ഉള്ളൂ. ആ കുട്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കോണ്ടന്റ്സിന് നല്ല റീച്ച് ഉണ്ട്, നല്ല കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നതാണെങ്കിലും ഷീ ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. നിങ്ങൾക്കോ എനിക്കോ ഇല്ലാത്ത ഒരു പൊട്ടൻഷ്യൽ ആ കുട്ടിക്കുണ്ട്. ആൻഡ് ഷീ അച്ചീവ്ഡ്. അതാ ഞാൻ പറഞ്ഞത്, അതിനെ ഒരു പോസിറ്റീവ് നോട്ടായിട്ട് കണ്ട്. ഇപ്പം നമ്മളുടെ എതിരെ ഒരു 10 പേര് വരുന്നത് നമ്മളിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കെതിരെ സംസാരിക്കാൻ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളിലൊന്നും ഇല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിക്കാൻ വരില്ല. അത് കാരണമാണ് ആ കുട്ടി ഇപ്പം സ്വന്തമായിട്ട് കാർ എടുത്തു, സ്വന്തമായിട്ട് വീടെടുത്തു. ഈ വന്നിരുന്ന് പറഞ്ഞ അമ്മാവന്മാർക്ക് അമ്മായിമാർക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ബിക്കോസ് ഹർ ഫാമിലി സ്റ്റാൻഡേർഡ് വിത്ത് ഹർ, അപ്രിഷിയേറ്റ് ദാറ്റ്. ഇപ്പൊ എത്ര നമ്മുടെ കൂടെ ആരുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനുണ്ടെന്നും അമ്മയുണ്ടെന്നും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം വേണം. നമുക്ക് നമ്മളിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ വി വിൽ സർവൈവ്. അതുകൊണ്ട് ഈ ഒളിഞ്ഞിരുന്നോ ഒരു ഐഡിയുടെ പുറകിൽ, അത് ഫേക്കോ ഒറിജിനലോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പുറകിലിരുന്ന് സംസാരിക്കുന്നവരുടെ ഇടയ്ക്കൽ അവർ പറയുന്നത് കേട്ടിട്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. അത് നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ അതിൽ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ കാണുന്ന ഏതെങ്കിലും ആൾക്കാർ സൈബർ ബുള്ളിങ്ങിലൂടെ പോവുകയാണെങ്കിലും ഈ പറയുന്നത് പോലെ നെഗറ്റീവ് കമൻസ് 1 or 2 ആയിക്കോട്ടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും, ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും, ഞാൻ ഇതിന് വേർത്തിട്ടാണോ, എനിക്ക് ഇത് എനിക്ക് ഡിസേർവിങ് ആണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോ വൺ ഈസ് ദെയർ ടു ജഡ്ജ് യു. നിങ്ങൾ ജീവിച്ചത്, നിങ്ങളിപ്പോൾ 10 വർഷമാണെങ്കിലും 18 വർഷമാണെങ്കിലും നിങ്ങൾ ജീവിച്ചത്, ആ ജീവിതം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ അനുവദിക്കരുത്. ഇത് ഞാൻ വെറുതെ ഇതിനകത്തിരിക്കുന്നവരെ മാത്രമല്ല കേട്ടോ പറയുന്നത്, നമ്മുടെ ലൈഫിൽ ആരാണെങ്കിലും, ഈവൻ പേരൻസ് ആണെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാവും, ഇല്ല എന്നല്ല. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യൽ എൻ്റെ വീട്ടുകാരുടെ അടുക്കൽ നിന്നാണെങ്കിലും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇഫ് യു ആർ, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ഇഫ് യു ആർ നോട്ട് ഗിൽറ്റി in what you are doing, that is right for you, that is meant for you. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത്രേ ഉള്ളൂ. അപ്പം നെഗറ്റീവ് കമൻസിനെ നമ്മൾ അങ്ങനെ ഫേസ് ചെയ്യുക. ഡോണ്ട് വറി. ഇവരാരും നമുക്ക് വീട്ടിൽ അരി വാങ്ങിച്ചു തരുന്നില്ല. ഇവരാരും നമ്മളെ നന്നാക്കാനുള്ള ഉദ്ദേശത്തിലും അല്ല പറയുന്നത്. ഇവരാരും ഇവരുടെ വീട്ടുകാരോട് ഇങ്ങനെ പറയാറുമില്ല. യു ആർ ഡൂയിങ് സംതിങ് ഗുഡ്, അല്ലെങ്കിൽ യു ആർ മേക്കിംഗ് സം മാർക്ക്. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അത്രയും പേരുടെ എടുക്കൽ നിങ്ങൾ എത്തുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വരുന്നത്. അത് ആലോചിച്ചാൽ മതി. പ്രൗഡ് ഓഫ് യു.